കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ ഫുട്ബോളിൽ നിറഞ്ഞു നിന്നത് സുനിൽ ഛേത്രി എന്ന താരമായിരുന്നു. ബൈചുങ് ഭൂട്ടിയ എന്ന സൂപ്പർ താരത്തിന് ശേഷം ഇന്ത്യക്കായി ഗോൾ നേടുക എന്ന ചുമതല ഛേത്രിക്കായിരുന്നു. ആധുനിക ഫുട്ബോളിൽ ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗോൾ വേട്ടക്കാരൻ എന്ന സ്ഥാനം ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന സുനിൽ ഛേത്രിക്ക് തന്നെയാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണ്ണ കാലഘട്ടമായി വാഴ്ത്തപ്പെടുന്നത് 1951 മുതൽ 1962 വരെയുള്ള കാലഘട്ടമാണ്. സയ്യിദ് അബ്ദുൾ റഹീം എന്ന പരിശീലകന് കീഴിൽ ഇന്ത്യ ഏഷ്യയിലെ പ്രധാന ശക്തിയായിരുന്ന കാലം. അതിനുശേഷം 1984 വരെ പ്രതാപത്തിന്റെ ഓർമ്മകളിലായിരുന്നു. പിന്നീട് കേരളം ഇന്ത്യൻ ഫുട്ബോളിന് ഒരു കറുത്ത മുത്തിനെ സംഭാവന നൽകിയത് മലയാളികളുടെ സ്വന്തം IM വിജയൻ. 90കളിൽ വിജയൻ തന്നെയായിരുന്നു മിന്നുന്ന താരം. അതിനുശേഷം 2010 വരെ ബൈചുങ് ഭൂട്ടിയ, പിന്നെ സുനിൽ ഛേത്രി. ഇന്ത്യൻ ടീമിനായി ഇനി ആര് ഗോളടിക്കുമെന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ പ്രത്യേകിച്ച് ഒരു പേരില്ലാത്ത അവസ്ഥയാണ്. IM വിജയൻ ജനിച്ചത് മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ലോക ഫുട്ബോളിൽ ചരിത്രം കുറിച്ചേനെ എന്നാണ് പല ഫുട്ബോൾ നിരീക്ഷകരും പറയുന്നത്. വിജയൻ ജനിച്ചതും വളർന്നതുമൊക്കെ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലാണ്. സ്കൂളിൽ മിക്കവാറും ദിവസങ്ങളിൽ വൈകി വരുന്ന വിജയനോട് ടീച്ചർ ചോദിച്ചത് എവിടെയാണ് നീ ഫുട്ബോൾ കളിക്കാൻ പോകുന്നതെന്നാണ്. വിജയൻ പറഞ്ഞ ടീച്ചറെ ഞാൻ കളിക്കാൻ പോയതല്ല, വീട്ടിൽ അരി വെന്തില്ലായിരുന്നു. അതെന്താണെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ അമ്മ എവിടെന്നെങ്കിലും കടം മേടിച്ചാണ് അരി വെച്ചിരുന്നത് എന്നും അതുകൊണ്ടാണ് താമസിച്ചു വരുന്നതെന്നും വിജയൻ പറഞ്ഞു. പിന്നീട് ആ ടീച്ചർ വിജയന് വേണ്ടി ചോറിന്റെ ഒരു പൊതി കൂടെ കൊണ്ടുവരുമായിരുന്നു. വിജയന്റെ അച്ഛൻ ഒരു ഹോട്ടലിൽ വിറക് വെട്ടുന്ന ജോലിയായിരുന്നു. അമ്മ ആക്രി പെറുക്കാൻ പോയിരുന്നു. ചെറുപ്പത്തിൽ അച്ഛൻ റേഷൻ കടയിൽ പോയി വരുമ്പോൾ സൈക്കിളിൽ ബസ് ഇടിച്ച് മരണപ്പെടുകയായിരുന്നു. പിന്നെ ആ കുടുംബത്തിന്റെ ഭാരം മുഴുവനും വിജയന്റെ അമ്മയുടെ തലയിൽ. താമസിയാതെ വിജയനും കൂലിപ്പണിക്ക് പോയി തുടങ്ങി. 1982 തൃശൂർ സ്റ്റേഡിയത്തിൽ സന്തോഷ് ട്രോഫി മത്സരങ്ങൾ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ 10 പൈസ കമ്മീഷനിൽ സോഡ വിറ്റ് നടക്കുകയായിരുന്നു IM വിജയൻ. എന്നെ വളർത്താൻ വേണ്ടി ഈ തൃശൂർ അങ്ങാടി മുഴുവൻ അമ്മ ആക്രി പെറുക്കി നടന്നിട്ടുണ്ട് എന്നാണ് വിജയൻ പറയുന്നത്. പഴയ കുപ്പിയും പാട്ടയും പത്രവും ബുക്കുമെല്ലാം പെറുക്കി പട്ടാളം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. ആ വരുമാനവും കൂടി ചേർത്താണ് അന്നൊക്കെ പട്ടിണി മാറ്റിയിരുന്നത്. ഉച്ചയ്ക്ക് തേക്കിൻകാട് മൈതാനത്ത് അമ്മ ഇതെല്ലാം കെട്ടിപ്പെറുക്കി വെക്കും. പിന്നീട് എല്ലാം വിറ്റ് അമ്മയെത്താൻ രാത്രി 8 മണിയാകും. പാലസ് ഗ്രൗണ്ടിലും പരിസരത്തുമൊക്കെ വിജയൻ അത്രയും സമയം ഫുട്ബോൾ കളിച്ചു നീക്കും. അമ്മ വരുമ്പോൾ കയ്യിൽ ഭക്ഷണപ്പൊതി ഉണ്ടാവും. അതായിരുന്നു ഒരു ദിവസത്തെ അവരുടെ ആഹാരം. അങ്ങനെ ഇല്ലായ്മയിൽ നിന്നും വളർന്ന് ശൂന്യതയിൽ നിന്നും അവസരങ്ങൾ കണ്ടെത്തി ഗോളുകൾ നേടിയ ആളാണ് IM വിജയൻ. 5ാം ക്ലാസ്സിൽ 5 പ്രാവശ്യം പഠിച്ചെന്ന ഒരു റെക്കോർഡും വിജയന്റെ പേരിലുണ്ട്. പഴയ തുണി കൊണ്ട് പന്തുണ്ടാക്കി കോളനിയിലെ കുട്ടികൾക്കൊപ്പം കളിച്ചു തുടങ്ങിയ ആളാണ് വിജയൻ. CMSലായിരിക്കുമ്പോൾ ജില്ലാ സംസ്ഥാനതല സ്കൂൾ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. ജോസ് പറമ്പനാണ് വിജയനിലെ ഫുട്ബോൾ താരത്തെ ആദ്യം തിരിച്ചറിയുന്നത്. വിജയനെ 3 വർഷ കോച്ചിങ് ക്യാമ്പിൽ ചേർത്തതും അദ്ദേഹമാണ്. മുൻ അന്താരാഷ്ട്ര താരം TK ചാത്തുണ്ണിയായിരുന്നു ആ ക്യാമ്പിലെ കോച്ച്. DGP MK ജോസഫിന്റെ കണ്ണിൽ പെട്ടതോടെ വിജയന്റെ തലവര മാറി. 1987 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കേരള പോലീസിൽ ജോലി കിട്ടുമ്പോൾ 17.5 വയസ്സാണ് പ്രായം. 6 മാസം ഗസ്റ്റായിട്ടാണ് വിജയനോടെ കളിച്ചത്. 18 വയസ്സായതോടെ പോലീസിലും അവരുടെ ടീമിലും ഔദ്യോഗികമായി വിജയൻ ചേർന്നു. അങ്ങനെ വിജയൻ കേരള പോലീസായി, പോലീസിന്റെ മിന്നുന്ന താരമായി. പിന്നീടുള്ള യാത്ര കേരള ഫുട്ബോൾ ചരിത്രത്തിലെ മറക്കാനാകാത്ത അധ്യായങ്ങൾ തന്നെയാണ്. ഇന്ത്യയിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റിയിരുന്ന ഫുട്ബോളറായിരുന്നു IM വിജയൻ. 3 തവണ ഇന്ത്യൻ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട് IM വിജയൻ. ഈ പുരസ്കാരം 1-ൽ അധികം തവണ സ്വന്തമാക്കുന്ന ആദ്യ കളിക്കാരനും അദ്ദേഹം തന്നെയാണ്. 1990കളിലും 2000ന്റെ തുടക്കത്തിലും IM വിജയൻ ബൈചുങ് ഭൂട്ടിയ സഖ്യമായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിന്റെ കുന്തമുന. 2003 രാജ്യം അർജുന അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2020 പത്മശ്രീയും ലഭിച്ചു. കേരളത്തിന്റെ കറുത്തമുത്ത് എന്നറിയപ്പെടുന്ന കളിക്കാരനാണെങ്കിലും വിജയൻ ആരാധിക്കുന്നത് ലോക ഫുട്ബോളിലെ കറുത്തമുത്തായ പെലെയെ അല്ല. അർജന്റീനയുടെ ഇതിഹാസ താരം മറഡോണയാണ് വിജയന്റെ പ്രിയപ്പെട്ട താരം.